ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്, അതുപോലെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് പാർട്ട് 7 വീഡിയോയിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് കേട്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ, അതായത് പാർട്ട് 7 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പാർട്ട് 7 വീഡിയോ കാണുക. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. എന്നാൽ മാത്രമേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ നമുക്ക് ടോപ്പിക്സിലേക്ക് വരാം. എൻ്റെ കയ്യിൽ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. അതിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ചാർജിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ശരിയല്ലേ? ഈ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, പോയിന്റ് പി. സോ പോയിന്റ് പി എവിടുത്തെ പോയിന്റ് ആണ്? ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ പോയിന്റ് ആണ് പോയിന്റ് പി. നമുക്ക് കണ്ടുപിടിക്കണം ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയാണ്? നമുക്കറിയാം, ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റിൽ എന്ത് കൊണ്ടുവെക്കണം? നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം. ശരിയല്ലേ? അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ചാർജ് എന്ത് ചെയ്യും? ടെസ്റ്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതൊരു പോസിറ്റീവ് ചാർജാണ്. ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ചാർജാണ്. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. വളരെ ചെറിയ ചാർജാണ്, അതുപോലെ പോസിറ്റീവ് ചാർജുമാണ്. സോ ഈ ചാർജ് എന്ത് ചെയ്യും? നമ്മൾ ടെസ്റ്റ് ചാർജിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. എന്തൊരു ഫോഴ്സാണ് കൊടുക്കുന്നത്? റിപ്പൾസീവ് ഫോഴ്സ്. ശരിയല്ലേ? പോസിറ്റീവ് ചാർജും റിപ്പൽ ചെയ്യും. സോ ഈ റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇവൻ ഇങ്ങോട്ട് തെറിച്ചു പോകും. ലൈൻ ഓഫ് ആക്ഷനിലൂടെ വരയ്ക്കണം. സോ ഇതാണ് നമ്മളെ ലൈൻ. നേരെ വരയ്ക്കണം. ഇങ്ങനെ റിപ്പൾസ് ചെയ്ത് പോകും. ശരിയല്ലേ? തെറിച്ചിങ്ങനെ പോകും. സോ എങ്ങോട്ടാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? എങ്ങോട്ടാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണെങ്കിൽ നമുക്ക് ഈ ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? Q ഡിവൈഡ് ബൈ r സ്ക്വയർ, ആറിൻ്റെ സ്ക്വയർ. സോ നമുക്ക് ഈ പോയിന്റിൽ ആക്ട് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കിട്ടി, അതുപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഇനി കരുതുക, എൻ്റെ കയ്യിൽ 2 ചാർജ് ഉണ്ടായിരുന്നു. സോ ഇവിടെ വേറൊരു ചാർജ് ഇരിപ്പുണ്ട്, Q2. ഇത് നെഗറ്റീവ് ചാർജാണ്. Q2 ഇരിപ്പുണ്ട്. ഇത് Q1. ഈ ഡിസ്റ്റൻസ് ആണ് R1, ഈ ഡിസ്റ്റൻസ് ആണ് R2. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും? ഇവനാണെങ്കിൽ ഇവനെ ഇങ്ങോട്ട് തള്ളിക്കളയും. ശരിയല്ലേ? പക്ഷേ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. കാര്യം ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ? ഈ പോസിറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യാൻ നോക്കും. സോ ഇവൻ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ശരിയാണോ? സോ എങ്ങോട്ടാണോ ഫോഴ്സ് അങ്ങോട്ടാണ് ഇൻറ്റൻസിറ്റി. സോ ഈ ഇൻറ്റൻസിറ്റി E1 ആണെങ്കിൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയാണ്? E2. സെക്കൻഡ് ചാർജ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി ആണ് E2. നമുക്ക് E2ൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ്. E2 വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ. മൈനസ് Q2 എടുക്കത്തില്ല. എന്തുകൊണ്ടാണ് മൈനസ് എടുക്കാഞ്ഞത്? കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷനിൽ സ്കെയിലാറിൻ്റെ പ്ലസും മൈനസും നമ്മൾ എടുക്കത്തില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ നേരത്ത് ഈ ക്യൂവിൻ്റെ മൈനസോ പ്ലസോ എന്തോ ആയാലും നമ്മൾ ഒന്നിനെയും പരിഗണിക്കത്തില്ല. നമ്മൾ ഈ കാര്യം കൂളോംസിലൂടെ കാൽക്കുലേഷൻ ചെയ്യാൻ നേരത്ത് പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ ഈ കാര്യം? ഫോഴ്സിൻ്റെ ആയാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആയാലും ഇക്വേഷൻസിലൊന്നും ഈ ചാർജിൻ്റെ പ്ലസും മൈനസും ഒന്നും എടുക്കാറില്ല. കാര്യം മൈനസ് സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഡയറക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അതുകൊണ്ട് നമ്മൾ ഈ മൈനസ് സൈനെ പരിഗണിക്കത്തില്ല. സോ E2ൻ്റെ വാല്യൂ ഇതാണ്, അതുപോലെ E1ൻ്റെ വാല്യൂ ഇതാണ്. ശരിയാണോ? സോ ഈ പി എന്ന പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ശരിയല്ലേ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും വേറെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ആകെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആകെ ഇലക്ട്രിക് ഫീൽഡ് ഈ നെറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ദ വെക്റ്റർ സം ഓഫ് E1 പ്ലസ് E2 ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരെന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ശരിയല്ലേ? അപ്പോൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ആകെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്റ്റർ സം ആയിരിക്കും.
ശരിയല്ലേ? ഇതെല്ലാം ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. ഈ ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്ടർ സമ്മായിരിക്കും ഈ പോയിന്റിൻ്റെ ആകെ ഇലക്ട്രിക് ഫീൽഡ്. ഈ വെക്ടർ സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം ഇക്വേഷൻ. വെക്ടർ സമ്മിൻ്റെ ഇക്വേഷൻ ആണ് √p² പ്ലസ് q² പ്ലസ് 2pq cos തീറ്റ. ഇവിടെ ഈ പി എന്താണ്? E1 ആണ്. ക്യൂ എന്താണ്? E2 ആണ്. തീറ്റ എന്താണ്? E1ഉം E2 തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ശരിയല്ലേ? സോ സിമ്പിളായിട്ട് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കിട്ടും. ശരിയല്ലേ? ഇതൊരു സിസ്റ്റം ഓഫ് ചാർജസ് അല്ലായിരുന്നോ? Q1ഉം Q2 എന്ന് പറയുന്നത് രണ്ട് ചാർജ് ആയിരുന്നു. അതായത് സിസ്റ്റം ഓഫ് ചാർജസ് ആയിരുന്നു. ഈ സിസ്റ്റം ഓഫ് ചാർജസ് പി എന്ന പോയിന്റിൽ ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ നമുക്കിതെല്ലാം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതെന്താണ് ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്? That is the field intensity at a point due to a system of charges is the vector sum of the field intensities due to individual charges. സോ നമുക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു E1ഉം E2ഉം. ശരിയല്ലേ? ആ E1ൻ്റെയും E2ൻ്റെയും വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് ആകെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. അതായത് ഈ നെറ്റിൻ്റെ വാല്യൂ കിട്ടും. ശരിയല്ലേ? ഈ ലോയെ വിളിക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആരെ ഒബേ ചെയ്യും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ ഒബേ ചെയ്യും. ഇനിയാണെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലും ഈക്വൽ ആയിട്ടുള്ള 4 ചാർജ് ഉണ്ട്. ഇതെല്ലാം 5 മൈക്രോ കുളോംബാണ്. ഇതാണ് ഫസ്റ്റ് ചാർജ്, ഇത് സെക്കൻഡ് ചാർജ്, അതും 5 മൈക്രോ കുളോംബാണ്. ഇത് തേർഡ് ചാർജ്, അതും 5 മൈക്രോ കുളോംബാണ്. ഇത് ഫോർത്ത് ചാർജ്, അതും 5 മൈക്രോ കുളോംബാണ്. ഓക്കെ ആണല്ലോ? ഇനിയാണെങ്കിൽ ഇതിന് നടുക്കൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. ഈ പോയിന്റ് പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് ചാർജസ് പോയിന്റ് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റിൽ നമ്മൾ എന്ത് കൊണ്ടുവെക്കണം? ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം. സോ ഞാൻ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചു. ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ആകെ ഫോഴ്സ് ആണ് ഈ പോയിന്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശരിയല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ നിയമമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സോ ഇവിടെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലൂടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? സോ ഞാൻ ലൈൻ വരച്ചു. ഈ ലൈൻ ഓഫ് ആക്ഷനിലൂടെ ആയിരിക്കും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ഇനിയാണെങ്കിൽ നോക്കുക, ഈ പോസിറ്റീവ് ചാർജ്, ഈ നമ്മുടെ ടെസ്റ്റ് ചാർജ് ആയ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? തള്ളിക്കളയും. ശരിയല്ലേ? റിപ്പയർ ചെയ്യും. സോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടായിരിക്കും. ഇതാണ് E1. ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റിയാണ് E1. ഇനി സെക്കൻഡ് ചാർജ് എന്ത് ചെയ്യും? അവൻ ഇങ്ങോട്ട് തള്ളിക്കളയും. ഇതും പോസിറ്റീവ് ചാർജ് ആണ്. ശരിയല്ലേ? ഇത് ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് തള്ളിക്കളയും. സോ E2 ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി E3 എന്ത് ചെയ്യും? ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റിയാണ് E3. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്. E3 ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ശരിയല്ലേ? സോ തള്ളിക്കളയാൻ നോക്കും, ഇവൻ ഇങ്ങോട്ട് തള്ളിക്കളയാൻ നോക്കും. ഇതാണ് E4. ഇത് E3 ആണ്, അതുപോലെ ഇത് E4 ആണ്. സോ ഈ 4 ഇൻറ്റൻസിറ്റിയും ഈക്വൽ ആണ്. ശരിയല്ലേ? കാരണം എന്താണ്? ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 ഇൻറ്റു Q/r² എന്നാണ്. ഇവിടെ Qൻ്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആണ്. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, ഡയഗണലിൻ്റെ പകുതിയാണ് ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസും എല്ലാവർക്കും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാവർക്കും സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ എന്താണ്? നമുക്ക് E1ഉം E3 എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ശരിയല്ലേ? സോ ഇത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതുപോലെ ഈ E4ഉം അതുപോലെ E2 എന്ത് ചെയ്യും? അതും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതും ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് പിയിൽ ആക്ട് ചെയ്യുന്ന, ഈ പോയിന്റായ പിയിൽ ആക്ട് ചെയ്യുന്ന ആകെ ഇൻറ്റൻസിറ്റി, അതായത് ഈ നെറ്റിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ശരിയല്ലേ? സോ ഇത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. കാര്യം മനസ്സിലായോ? ഇനി ഇങ്ങനെ ഈ സ്ക്വയർ എന്നല്ല, ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും, സോ ഞാൻ വ്യത്യസ്തങ്ങളായ എന്ത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും ആ പോളിഗണിൻ്റെ എല്ലാ കോർണേഴ്സിലും സെയിം ചാർജ് വെക്കുക. ഈ കോർണേഴ്സിലെല്ലാം സെയിം ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എപ്പോഴും 0 ആയിരിക്കും. കാരണം എന്താണ്? ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റീസ് പരസ്പരം ക്യാൻസലായി പോകും. അതുകൊണ്ട് നടുക്ക് ആക്ട് ചെയ്യുന്ന ആകെ ഇൻറ്റൻസിറ്റി, നെറ്റ് ഇൻറ്റൻസിറ്റി എപ്പോഴും എന്തായി പോകും? 0 ആയിരിക്കും. സോ ഇത് എന്ത് കേസിലാണ്? പോളിഗണിൻ്റെ എല്ലാ സൈഡുകളിലും ഒരേ ചാർജസ് ആണ് ഇരിക്കുന്നതെങ്കിൽ ഏത് പോളിഗൺ ആയാലും നടുക്കത്തെ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി എപ്പോഴും 0 ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആയോ?
ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന ഒരു വണ്ടർഫുൾ കോൺസെപ്റ്റ് ആണ് നൾ പോയിന്റ് അഥവാ ഇക്വിലിബ്രിയം പോയിന്റ്. ഇതാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വഴിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ചാർജസ് 2 മൈക്രോ കൂളോംബ് ആൻഡ് 8 മൈക്രോ കൂളോംബ്. സോ നമ്മൾ 2 ചാർജസ് ഉണ്ട്, 2 മൈക്രോ കൂളോംബ് അതുപോലെ 8 മൈക്രോ കൂളോംബ് ആർ പ്ലേസ് 12 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. സോ ഇത് നമ്മൾ അകലമാണ് 12 സെൻറ്റിമീറ്റർ. Then find the point in between these charges where the intensity becomes 0. സോ ഈ രണ്ട് ചാർജുകൾക്കിടയിലെ ഏത് പോയിന്റിലാണ് ഇൻറ്റൻസിറ്റി 0 ആയത്? നോക്കുക, ഈ രണ്ടും പോസിറ്റീവ് ചാർജാണ്, ശരിയല്ലേ? നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് മറ്റൊരു പോസിറ്റീവ് ചാർജിന് അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ശരിയാണോ? അവിടെയാണെങ്കിൽ ഒരു പോയിന്റ് വരും, ആ പോയിന്റിൽ ഇൻറ്റൻസിറ്റി വാല്യൂ 0 ആയിരിക്കും. ഇൻറ്റൻസിറ്റി 0 ആകാൻ കാരണം എന്താണ്? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും തന്നെ കാണത്തില്ല. സോ ഇത് പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ഈ പോസിറ്റീവ് ചാർജും പുറത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഒരു പോയിന്റ് കാണാം, ആ റീജിയനിൽ അല്ലെങ്കിൽ ആ പോയിന്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും തന്നെ കാണത്തില്ല. ആ പോയിന്റിൽ ആര് 0 ആയിരിക്കും? ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും. സോ രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്തടുത്തിരുന്നാൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ, ശരിയല്ലേ? ഒരു പോസിറ്റീവ് ചാർജും വേറൊരു നെഗറ്റീവ് ചാർജുമാണ് ഇരിക്കുന്നതെങ്കിൽ അവ തമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? അവിടെ എല്ലാ പോയിന്റിലും എന്ത് കാണും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണാം. സോ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജാണ് അടുത്തടുത്തിരിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിൽ എന്തുണ്ടാകത്തില്ല? ഇങ്ങനെയുള്ള നൾ പോയിന്റ് ഇൻറ്റൻസിറ്റി 0 ഉള്ള പോയിന്റ് ഉണ്ടാകത്തില്ല. പക്ഷേ രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ എന്തുണ്ടാകും? ഇൻറ്റൻസിറ്റി 0 ആയ പോയിന്റുകൾ ഉണ്ടാകും. അത്തരം പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? നൾ പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ്. എന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കാൻ കാരണം? കാരണം ആ പോയിന്റിൽ ആ പോയിന്റ് ഇതാണെങ്കിൽ ആ പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജ് അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാര്യം ഇൻറ്റൻസിറ്റി 0 അല്ലേ? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സ് ആണ്. സോ ഞാൻ പറയുകയാണ്, ഈ പോയിന്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് 0. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും എക്സ് അകലെയാണ് ഈ പോയിന്റ്. സോ എക്സ് അകലെയുള്ള പോയിന്റ് ആണിത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് 12 മൈനസ് എക്സ്, ശരിയല്ലേ? ഇതാണ് 12 മൈനസ് എക്സ്, ഇതാണ് എക്സ്. ഈ പോയിന്റ് ഇൻറ്റൻസിറ്റിയാണ് 0. എന്താണ് ഇൻറ്റൻസിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ പോയിന്റിൽ നമ്മൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ആകെ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, ശരിയല്ലേ? സോ ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. ഈ ടെസ്റ്റ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജാണ്, ഇവരും പോസിറ്റീവ് ചാർജാണ്. ഇവൻ എന്ത് ചെയ്യും? ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് തള്ളും, ശരിയാണോ? സോ ഇൻറ്റൻസിറ്റി ഇത് എ ചാർജാണ്, ഇത് ബി ചാർജ് ആണെങ്കിൽ ഇതാണ് ഇ എ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇ എ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതുപോലെ ഇ ബി എന്ത് ചെയ്യും? ഇത് പോസിറ്റീവ് ചാർജ് അല്ലയോ? ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവനെ ഇങ്ങോട്ട് തള്ളും, ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് തള്ളും. സോ ഇ ബി ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, ശരിയാണോ? ഇ എ ഇങ്ങോട്ടും ഇ ബി ഇങ്ങോട്ടുമാണ് അതിൻ്റെ ഡയറക്ഷൻ. നമുക്കറിയാം ഇ എയും ഇ ബിയും തുല്യമാകുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ 0 ആയി പോണത്. സോ ഇ എ ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഇ ബി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആയി പോകത്തുള്ളൂ, ശരിയല്ലേ? രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ ഇൻറ്റൻസിറ്റി 0 ആയി പോകത്തുള്ളൂ. സോ ഇ എ എന്തായിരിക്കും? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 ഇൻറ്റു ക്യൂ. എത്രയാണ് ക്യൂ? 2 × 10⁻⁻6, ശരിയല്ലേ? 2 മൈക്രോ കൂളോംബ് എന്ന് പറയുന്നത് എന്താണ്? 2 × 10⁻⁻6 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഇ ബിൻ്റെ വില എത്രയാണ്? 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? 8 മൈക്രോ കൂളോംബ്, 8 × 10⁻⁻6 ദ ഹോൾ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? 12 - x ദ ഹോൾ സ്ക്വയർ. 1/4πε0യും ഇവിടുത്തെ 1/4πε0യും ക്യാൻസലായി, ശരിയല്ലേ? ഇവിടുത്തെ 10⁻⁻6ഉം ഇവിടുത്തെ 10⁻⁻6ഉം ക്യാൻസലായി. ഇവിടുത്തെ 2ഉം ഈ 8ഉം ക്യാൻസലാവും, ഇത് 4 കിട്ടും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 1/x² എന്ന് പറയണത് വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ആരുണ്ട്? 4/12 - x ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ? നമുക്ക് രണ്ട് സൈഡിന് റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1/x which is equal to 2/12 - x. നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പം 12 - x which is equal to 2x. So 12 is equal to 3x and x is equal to 4 centimeter. ഈ കാര്യം മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നമുക്കിനി അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം.
ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ മറ്റൊരു കോൺസെപ്റ്റുമാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 പ്ലേറ്റ് ഉണ്ട്. ഇതാണ് എ ഫിഗർ, ഇത് വേറെ ഫിഗറാണ് ബി ഫിഗർ, അവിടെയും 2 പ്ലേറ്റ് ഉണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും സെക്കൻഡ് പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജുമാണ്. ഇനി ബി ഫിഗറിലാണെങ്കിൽ ഫസ്റ്റ് പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും സെക്കൻഡ് പ്ലേറ്റിന് നെഗറ്റീവ് ചാർജുമാണ്. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയാണ്? അത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് പ്ലേറ്റിലേക്കാണ് പോകുന്നത്. ശരിയല്ലേ? പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. സോ ഇവിടെ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. സോ പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടതാണ്. അതാണത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അവിടുത്തെ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എല്ലായിടത്തും ഒരുപോലെയാണ്. സോ ഇവിടെ 2 കേസിലും ഇൻറ്റൻസിറ്റി സെയിം ആണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ എൻ്റെ കയ്യിലൊരു പ്രോട്ടോൺ ഉണ്ട്. ഞാൻ ഈ ഇലക്ട്രോണിനെ ആണെങ്കിൽ ഫ്രീലി ഫോൾ ചെയ്യിക്കാൻ പോവുകയാണ്, അതുപോലെ പ്രോട്ടോണെയും ഫ്രീലി ഫോൾ ചെയ്യിക്കാൻ പോവുകയാണ്. ഈ ഹൈറ്റ് സെയിം ആണ്. സോ 2 സൈഡിലും ആര് സെയിം ആണ്? ഹൈറ്റ് സെയിം ആണ്. ഒരേ സമയത്താണ് താഴേക്ക് ഇടുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, ശരിയല്ലേ? ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? താഴേക്ക് വലിക്കും. സോ ഇവൻ താഴേക്ക് വലിക്കും, ശരിയല്ലേ? അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അതുപോലെ ഈ പ്രോട്ടോൺ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജായ പ്രോട്ടോൺ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജ് താഴേക്ക് വലിക്കും, ശരിയല്ലേ? അതുപോലെ ഇവൻ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. സോ ഇത് ഇലക്ട്രോണിൻ്റെ ആക്സലറേഷൻ ആണ്, ഇത് പ്രോട്ടോണിൻ്റെ ആക്സലറേഷൻ ആണ്. അങ്ങനെയെങ്കിൽ ആരുടെ ആക്സലറേഷൻ ആണ് വലുത്? നമുക്കറിയാം ആക്സലറേഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എടുക്കുന്ന ഇക്വേഷൻ എന്തൊക്കെയാണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ, അതുപോലെ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. നമ്മൾ പഠിച്ച 2 ഇക്വേഷനാണ് ഫോഴ്സിൻ്റെ, ശരിയല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷനാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഈ വർഷം പഠിച്ച ഇക്വേഷനാണ്. ഇലക്ട്രിക് ഫീൽഡിൽ ക്യു എന്ന ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. സോ നമുക്ക് കമ്പയർ ചെയ്യാം. എം എ വിച്ച് ഈസ് ഈക്വൽ ടു ക്യു ഇ. സോ എ ഈസ് ഈക്വൽ ടു ക്യു ഇ ഡിവൈഡ് ബൈ എം. ഇവിടെ ആണെങ്കിൽ ചാർജ് രണ്ടുപേർക്കും സെയിം ആണ്, ശരിയല്ലേ? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് സെയിം ആണ്. അപ്പോൾ ചാർജ് സെയിം ആണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂം സെയിം ആണ്, ശരിയല്ലേ? കാരണം എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടിനും ഇൻ്റെ വാല്യൂ സെയിം ആണെന്ന്. അപ്പോൾ ആരാണ് മാറ്റം വരുന്നത്? മാസ് ആണ്. ആർക്കാണോ മാസ് കൂടുതൽ അവൻ്റെ ആക്സലറേഷൻ കുറവായിരിക്കും. ഇവിടെ ആരുടെ മാസാണ് കൂടുതൽ? പ്രോട്ടോണിൻ്റെ മാസ്. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് വലുതാണ് മാസ് ഓഫ് ഇലക്ട്രോണിനേക്കാളും, ശരിയാണോ? അതുകൊണ്ട് പ്രോട്ടോണിൻ്റെ മാസ് കൂടുന്നതുകൊണ്ട് പ്രോട്ടോണിൻ്റെ ആക്സലറേഷൻ കുറവായിരിക്കും. സോ ആക്സലറേഷൻ ഓഫ് പ്രോട്ടോൺ കുറവാണ്, ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോൾ ആക്സലറേഷൻ ആരുടെയാണ് കൂടുതൽ? ഇലക്ട്രോണിൻ്റെ ആക്സലറേഷൻ ആണ് കൂടുതൽ. കാര്യം മനസ്സിലായോ? ഇനി ആരാണ് പെട്ടെന്ന് താഴെ വീഴുന്നത്? സോ പെട്ടെന്ന് താഴെ വീഴുന്നതിന് നമുക്ക് നോക്കാം. ടൈം വേണം, ശരിയല്ലേ? ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ടൈം വേണം. നമുക്കറിയാം ഒരു ബോഡി ആണെങ്കിൽ ഫ്രീലി ഫോൾ ചെയ്യുവാണെങ്കിൽ താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് വി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. എച്ച് ഹൈറ്റ് ആണ്, യു എന്ന് പറയുന്നത് 0 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെയെങ്കിൽ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ റൂട്ട് ഓഫ് 2gh ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ജി അല്ല എടുക്കുന്നത്, ആക്സലറേഷൻ എടുക്കുന്നത്, ശരിയല്ലേ? നമുക്ക് പറയാം വി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ah. ജിക്ക് വരെ നമുക്ക് ഇ എന്ന് എടുക്കാം, ശരിയല്ലേ? നമ്മൾ ആക്സലറേഷൻ എന്ന് എടുക്കുന്നത്, നമ്മൾ ജി അല്ല എടുക്കുന്നത്. സോ 2ah. ഇനി നമുക്ക് വിക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. വിൻ്റെ ഇക്വേഷൻ എന്താണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് പറയാം വി വിച്ച് ഈസ് ഈക്വൽ ടു എ ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 2 ഇക്വേഷൻ കമ്പൈൻ ചെയ്യാം. എ ടി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ah. നമുക്ക് എ മുറിച്ചെഴുതാം, റൂട്ട് എ ഇൻറ്റു റൂട്ട് എ. ഇനി ആരുണ്ട്? ടി ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ah. ഇവിടുത്തെ ഒരു റൂട്ട് എയും ഇവൻ്റെ അകത്തുള്ള റൂട്ട് എയും ക്യാൻസലായി പോകും. ഈ റൂട്ട് എ താഴെ വരുമ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടും, ടി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ഡിവൈഡ് ബൈ എ എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ആരുടെ ആക്സലറേഷൻ ആണ് വലുത്? ആരുടെ ആക്സലറേഷൻ ആണ് വലുത് അവൻ്റെ ടൈം കുറവായിരിക്കും. സോ ആക്സലറേഷൻ ആർക്കാണ് വലുത്? ഇലക്ട്രോണിൻ്റെ ആക്സലറേഷൻ ആണ് വലുത്. അതുകൊണ്ട് ഇലക്ട്രോണിന് കുറച്ച് സമയം മതി, അവൻ പെട്ടെന്ന് താഴെ വീഴും. കാര്യം മനസ്സിലായോ? സോ ഈ 2 കേസിൽ ആദ്യം ആരാണ് താഴെ വീഴുന്നത്? ഇലക്ട്രോൺ ആണ് പ്രോട്ടോണിനേക്കാളും ആദ്യമേ താഴെ വീഴുന്നത്. കാരണം എന്താണ്? ഇലക്ട്രോണിൻ്റെ മാസ് കുറവാണ്, അതുകൊണ്ട് അവൻ്റെ ആക്സലറേഷൻ കൂടുതലാണ്. ആക്സലറേഷൻ കൂടിക്കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് താഴെ വീഴാൻ കഴിയും. കാര്യം മനസ്സിലായോ? ഇനി മറ്റൊരു കോൺസെപ്റ്റാണ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 പെൻഡുലം ഉണ്ട്. ഐഡൻറ്റിക്കൽ പെൻഡുലമാണ്, ഇത് വേറെ പെൻഡുലമാണ്.
ഇത് രണ്ടും ഐഡൻറ്റിക്കൽ പെൻഡുലംസ് ആണ്. ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിൻ്റെ ബോബിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇതാണെങ്കിൽ ഒരു ഫ്ലോറിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്ലോറിന് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഏത് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ആണ് കൂടുതൽ? നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2π × L/g ആണ്. ശരിയല്ലേ? സോ രണ്ടുപേരുടെയും 2π ഒരുപോലെയാണ്, അതുപോലെ എല്ലും ഒരുപോലെയാണ്, ഐഡൻറ്റിക്കൽ ആണ്, എല്ലും ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ ജിൻ്റെ വാല്യൂ ഒരുപോലെ ആയിരിക്കുമോ? നമുക്ക് നോക്കാം. രണ്ട് ഭാഗത്തും ജി എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? പക്ഷേ ഈ കേസിലാണെങ്കിൽ ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്. ഇത് നമ്മൾ റിപ്പിൽ ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും ഈ ബോബിന്. ശരിയല്ലേ? ഈ ബോബിന് ആക്സിലറേഷൻ എങ്ങോട്ടാണ്? റിപ്പിൽ ചെയ്ത് മുകളിലോട്ട് പോകാൻ നോക്കും. സോ ഈ ബോബാണെങ്കിൽ ആക്സിലറേഷൻ മുകളിലേക്ക് ഉണ്ടാക്കും. ശരിയാണോ? ഇലക്ട്രോസ്റ്റാറ്റിക് ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു QE/m ആണ്. ഓർക്കുമല്ലോ ഇക്വേഷൻ? നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടിയത്? F = ma എന്ന ഇക്വേഷൻ ഉണ്ട്, അതുപോലെ F = QE എന്ന ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. ശരിയല്ലേ? സോ ഇവിടുത്തെ ആക്സലറേഷൻ മുകളിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്ത നെറ്റ് ജീൻ്റെ വാല്യൂ അഥവാ G' എന്ന് പറയുന്നത്, G' എന്താണ്? നെറ്റ് ജീൻ്റെ വാല്യൂ, ഇഫക്റ്റീവ് ജീൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. ശരിയല്ലേ? ജിന്ന് ആര് കുറയും? എയിൻ്റെ വാല്യൂ കുറയും. എയിൻ്റെ വാല്യൂ എത്രയാണ്? QE/m കുറഞ്ഞു പോകും. ശരിയാണോ? സോ ഇവിടുത്തെ ജീൻ്റെ വാല്യൂ, നെറ്റ് ജീൻ്റെ വാല്യൂ കുറവാണ്. നമുക്കറിയാം നെറ്റ് ജീൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടുതലാവും. അങ്ങനെയെങ്കിൽ ഇവിടെ ജീൻ്റെ വാല്യൂ കുറവാണ്. ശരിയല്ലയോ? ജീൻ്റെ വാല്യൂ കുറയുമ്പോൾ ടൈം പീരീഡ് കൂടുതലാകും. ഇവിടെയാണെങ്കിലോ, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജിനെ പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. സോ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. സോ ഇഫക്റ്റീവ് ജീൻ്റെ വാല്യൂ, ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? G+a ആണ്. സെയിം ഡയറക്ഷൻ അല്ലേ? അതുകൊണ്ട് G+a ആയിരിക്കും. അതായത് ഇവിടെയാണെങ്കിൽ ജീൻ്റെ വാല്യൂ കൂടുതലാണ്. ജീൻ്റെ വാല്യൂ കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും. സോ ഈ കേസിലാണെങ്കിൽ ടൈം പീരീഡ് കുറച്ച് മതിയാവും. കാര്യം മനസ്സിലായോ? സോ ഇതെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള എല്ലാത്തരം സാധ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇലക്ട്രിക് ഫീൽഡ് ഫിസിക്കലായിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതായത് ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമുക്കറിയാം, ഏതെങ്കിലും ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം. ഈ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് നോക്കിയിട്ട് പറയാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വഭാവം. ശരിയാണോ? സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് അതിനെ ഫിസിക്കലായിട്ട് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കണം ഇലക്ട്രിക് ഫീൽഡിലേക്ക്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയല്ലയോ? ആ ഫോഴ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വഭാവവും അതിൻ്റെ സാന്നിധ്യവും. ഇങ്ങനെയാണ് ഫിസിക്കലായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. ആക്ച്വലി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിഗ്നിഫിക്കൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന ചാപ്റ്റർ ഉണ്ട്. അത് പഠിക്കാൻ നേരത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കറക്റ്റ് സിഗ്നിഫിക്കൻസ് അവിടെ പഠിക്കാം. സോ ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം കേട്ടാൽ മതി. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചാൽ നമുക്ക് അത് ഫിസിക്കലായിട്ട് മനസ്സിലാകും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്വാധീനം. കാര്യം മനസ്സിലായോ? സോ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കൂടുതൽ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.